ഇതിപ്പോൾ കേരളത്തിലുള്ള അവഗണന പറയുമ്പോൾ എത്രയോ കാലമായി നമ്മൾ എയിംസിന് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥനയുമായി നടക്കുന്നു. ഇപ്പോൾ BJP പറഞ്ഞത് കേരളത്തിൽ അക്കൗണ്ട് തുറന്നാൽ എയിംസ് കൊടുക്കും എന്നാണ്. ഇവിടെ 2 കേന്ദ്രമന്ത്രിമാർ അതിന് മറുപടി പറയേണ്ടതുണ്ട്. ഇപ്പോൾ കേന്ദ്രമന്ത്രിമാർ മറുപടി പറയണം. ഇപ്പോൾ മാധ്യമങ്ങൾ അത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എയിംസ് ഉറപ്പായും കൊടുക്കും, പക്ഷേ സർക്കാർ സ്ഥലമേറ്റെടുത്ത് കൊടുക്കട്ടെ എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ 150 ഏക്കർ സർക്കാർ സ്ഥലമേറ്റെടുത്ത് അതിൻ്റെ രേഖകളെല്ലാം കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തു എന്ന കാര്യം പോലും കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി അറിഞ്ഞിട്ടില്ല. ഇത് തന്നെ അപമാനകരമാണ്, കേരളത്തിന് അപമാനമാണ്. കാരണം ഇങ്ങനൊരു കേന്ദ്രമന്ത്രി, കേരളത്തെക്കുറിച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്തൊരു കേന്ദ്രമന്ത്രി ഇങ്ങനെ ഉണ്ട് എന്നത് തന്നെ അപമാനമാണ്. അപ്പോൾ 150 ഏക്കർ സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുത്ത കാര്യമൊന്നും അറിയാതെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥം എയിംസിന് വേണ്ടിയിട്ട് ഒരു ഇടപെടലും കേന്ദ്രമന്ത്രിമാർ നടത്തുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് എയിംസ് നിഷേധിക്കപ്പെടുന്നു? എന്തുകൊണ്ടാണ് റെയിൽവേ വികസനത്തിന് ആവശ്യമായ കാശ് ഈ കേരളത്തിൽ തരാത്തത്? ഇപ്പോൾ ദക്ഷിണ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ഇപ്പോൾ കേരളത്തിൽ പാലക്കാട് റെയിൽവേ ഡിവിഷനെ തന്നെ വെട്ടിമുറിച്ചും അതിനകത്ത് പ്രധാനപ്പെട്ട ഭാഗം എടുത്തു കളയാനൊക്കെയുള്ള വലിയ നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും കേരളത്തോടുള്ള രാഷ്ട്രീയ വിരോധമാണ്. വിഴിഞ്ഞം തുറമുഖം രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമായി മാറി. വലിയ അഭിമാന പദ്ധതിയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതിൻ്റെ തുടർ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു നയാ പൈസ നീക്കി വെച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖത്തിന് ഒരു നയാ പൈസ നീക്കി വെക്കാതിരുന്നത്? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കിയാലും നെല്ല് സംഭരണത്തിന് കാശില്ല, റബ്ബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കാശില്ല, IT പാർക്കുകൾക്ക് ആവശ്യമായ ഒരു കാര്യവും പ്രഖ്യാപിച്ചിട്ടില്ല. ഇങ്ങനെ കേരളത്തിന് അർഹതപ്പെട്ട കാശ്, നേരത്തെ നികുതി വിഹിതത്തിൽ കിട്ടാനുള്ള കാശ് ഒരു പ്രത്യേക പാക്കേജാക്കി അനുവദിക്കണമെന്ന് കേന്ദ്രമന്ത്രി, സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി ആവശ്യപ്പെട്ടതാണ്. അതും കേരളത്തിന് നൽകിയിട്ടുണ്ട്.